ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് WWE റസൽമേനിയ 41 Day 2. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായ തീപ്പൊരി മാച്ചസും ട്വിസ്റ്റുകളെയും കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു റിവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇനി വരാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നുള്ള ഒരു പ്രഡിക്ഷൻ ആയിട്ടോ നിങ്ങൾക്കിത് കണക്കാക്കാം. അപ്പോൾ ആദ്യത്തെ മാച്ച് എന്ന് പറഞ്ഞാൽ ജോൺ സിന വേഴ്സസ് കോഡി റോഡ്സ് ഫോർ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ്. ഈ പ്രാവശ്യത്തെ പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ ആയിരിക്കുന്ന ജോൺ സിനയാണ്. നേരത്തെ ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ കോഡി റോഡ്സ് ആയിരുന്നു. ഞാൻ നോക്കിയിട്ട് കോഡി റോഡ്സിൻ്റെയും ഏറ്റവും ബെറ്റർ സൂപ്പർ ജോൺ സിന ചാമ്പ്യനായിട്ട് നിൽക്കണമെന്നാണ്. കാരണം ഞാനൊക്കെ റെസ്ലിംഗ് ഒക്കെ കണ്ടു വളർന്ന കാലത്ത് ജോൺ സിന WWE ചാമ്പ്യനായിരുന്നു. അന്ന് ജോൺ സിനയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു, ലവേഴ്സ് ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ ഫേമസ് ആയ ഒരു റെസ്ലറായിരുന്നു ജോൺ സിന. ഞങ്ങളൊക്കെ അന്ന് ജോൺ സിനയുടെ മാച്ച് കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ സ്കൂളിലാണെങ്കിലും കൂട്ടുകാർക്കിടയിലൊക്കെ ആണെങ്കിലും ജോൺ സിന റെസ്ലിംഗ് ഒക്കെ ഒരു ആവേശമായിരുന്നു. ആ ജോൺ സിന ഇന്ന് 17ാമത്തെ പ്രാവശ്യമാണ് വേൾഡ് ചാമ്പ്യനായിരിക്കുന്നത്. ജോൺ സിനയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ എന്നാലും ജോൺ സിനയുടെ ഇപ്പോഴത്തെ വിന്നിങ് കുറേ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോലും. ഞാൻ ഇന്നലത്തെ എൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോയിൽ അല്ലെങ്കിൽ മുൻപത്തുള്ള എൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ജോൺ സിനയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് കോഹ്ലി തന്നെ ജയിക്കാം. പക്ഷേ ആ ഒരു പ്രഡിക്ഷനൊക്കെ മറികടന്നാണ് ജോൺ സിന 17ാമത്തെ പ്രാവശ്യവും ചാമ്പ്യനായിരിക്കുന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു, കഴിഞ്ഞ വർഷത്തെ റെസൽമേനിയ 14 റോമൻ റീൻസും കോഡി റോഡ്സും ആയിരുന്നു മാച്ച്. അന്ന് കോഡിയെ സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വന്ന ആളായിരുന്നു ജോൺ സിന. അന്ന് എല്ലാ ആളുകളും ജോൺസിനെ പോലും കോഡി റോഡ്സിൻ്റെ വിന്നിങ് സെലിബ്രേറ്റ് ചെയ്തതാണ്. ആരും WWE ഫാൻസ് ആണെങ്കിലും ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് റെസൽമേനിയ 41 ജോൺ സിനയും കോഡി റോഡ്സും ആ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. വലിയൊരു ട്വിസ്റ്റാണ്, വലിയൊരു സ്റ്റോറി ചേഞ്ചാണ് WWE കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ലാസ്റ്റ് എലിമിനേഷൻ ചാമ്പറിലാണ് ജോൺസിന് ജയിക്കുന്നത്. അന്ന് ആ ജയിക്കുന്ന ആ ഒരു സമയം വരെ, ജയിച്ച് നിൽക്കുന്ന ആ സമയം വരെ ഒരുപാട് ആളുകൾക്ക് ജോൺസിനോട് ലവ് ആയിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. ജോൺസിനേക്ക് നല്ല ഫാൻസും ഒക്കെ ഉണ്ടായിരുന്നു, സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാറ്. പക്ഷേ റോക്കാണ് ജോൺസിനെ ഒരു ഹീൽ ക്യാരക്ടറാക്കി മാറ്റിയത്. ഒരു നെഗറ്റീവ് ക്യാരക്ടറായി മാറിയതിന് ശേഷം ജോൺസിനയ്ക്ക് ആ നിമിഷം തൊട്ട് ഒരുപാട് ഹേറ്റേഴ്സ് വരാൻ തുടങ്ങി. പക്ഷേ എന്നാലും ഞാനും അല്ലെങ്കിൽ WWE ഫാൻസ് ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു ജോൺസിനെ ചാമ്പ്യനായിട്ട് വരുമെന്ന്. ഒരുപാട് വലിയൊരു ഒരു മാജിക് ആയിരുന്നു ഇന്നത്തെ റെസൽമേനിയ 41 അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ്. അപ്പം ജോൺസിനെ തന്നെ പുതിയ ചാമ്പ്യൻ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ കോഡിക്ക് ഒരിക്കലും വേറൊരു ഇത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. കാരണം കോഡി റോഡ്സിന് ഒരു റോമൻ റെയിൻസിൻ്റെ മുകളിൽ വരാനായിട്ട് ഒരിക്കലും പറ്റിയിട്ടില്ല, ഒരു റെസലറായിട്ടാണെങ്കിലും ഒരു ചാമ്പ്യനായിട്ടാണെങ്കിലും. കാരണം റോമൻ റെയിൻസിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനൊന്നും ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1000+ ഡേയ്സ് ആണ് റോമൻ ചാമ്പ്യനായിട്ടിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ജോൺസിന് അടുത്ത റെസൽമേനിയ 41 വരെ ചാമ്പ്യനായിട്ട് നിൽക്കുകയാണെങ്കിൽ അടുത്ത ജോൺസിനയുടെ ഓപ്പോണൻ്റായിട്ട് വരാൻ പോകുന്ന ഒന്നെങ്കിൽ കോഡി റോഡ്സ് വരാം, അല്ലെങ്കിൽ റോമൻ വരാം, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ റോക്ക് വരാം. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായിരിക്കും അടുത്ത സ്റ്റോറി ലൈൻ, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഞാൻ പറഞ്ഞാൽ റോക്ക് വരാം, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളായിരിക്കും അടുത്ത പ്രാവശ്യം ജോൺസിനെ ചാമ്പ്യനായിട്ട് നിൽക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ റെസൽമേനിയ 42 മത്സരിക്കാൻ പോകുന്നു. അപ്പം ആരായിരിക്കും? എനിക്ക് തോന്നുന്നു റോമൻ ആയിരിക്കാം, അല്ലെങ്കിൽ കോഡി തന്നെ ആയിരിക്കാം 2026 റോയൽ റംബിൾ വിന്നറാകാൻ പോകുന്നത്. അങ്ങനെ ജോൺസിനെ അന്നും ചാമ്പ്യനായിട്ട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരാരെങ്കിലും വരാം. അപ്പം എന്താണെങ്കിലും ജോൺസിനെ വീണ്ടും ചാമ്പ്യൻ ആയതിൽ എനിക്കും നല്ല സന്തോഷമുണ്ട്. ഇപ്പം വരാൻ പോകുന്ന റോയിൽ കുറച്ചൊക്കെ പോവാം. എനിക്കൊന്ന് നാളത്തെ റോയിൽ ജോൺസിൻ്റെ ഒരു സെലിബ്രേഷൻ കാണാം, തൻ്റെ കരിയറിനെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ കാണാം. അതിൻ്റെ ഇടയ്ക്ക് കോഡിയുടെ ഒരു ഇൻട്രപ്റ്റും ഉണ്ടാകാം. അപ്പം എനിക്ക് തോന്നുന്നു ഈ കോഡിയും ജോൺസിനും തമ്മിലുള്ള സ്റ്റോറി വരുന്ന സമ്മർ സ്ലാം വരെ പോകാനേ സാധ്യതയുള്ളൂ. അല്ലാതെ കുറേ കൂടെ
മുമ്പോട്ട് പോകാനൊന്നും ഒരു സാധ്യതയില്ല. അപ്പം ജോൺസിന് വീണ്ടും ചാമ്പ്യനായി. പിന്നെ അടുത്ത ഞാൻ നോക്കിയൊരു മാച്ചായിരുന്നു വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ്. ഭാഗ്യവശാൽ ഈ പ്രാവശ്യവും സ്റ്റിൽ ചാമ്പ്യനായിട്ട് നിൽക്കുന്ന ഇലോസ്കയ തന്നെയാണ്. റിയ ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ പറ്റിയില്ല വീണ്ടും ചാമ്പ്യനാകാൻ. പക്ഷേ എൻ്റെ ആഗ്രഹം റിയ റഫ്ലി തന്നെ വീണ്ടും വുമൺസ് ചാമ്പ്യനായിട്ട് വരണമെന്നായിരുന്നു. പക്ഷേ അവർക്ക് അത് പറ്റിയില്ല. എന്തോ ഒരു ഇത് വെച്ച് ഇലോസ്കയ പിന്നെയും ജയിച്ചു. എനിക്ക് തോന്നുന്നു ഈ വരാൻ പോകുന്ന റോ സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ സ്മാക്ക് ഡൗൺ സെഗ്മെൻറ്റിലോ ഒരു റീമാച്ച് ഉണ്ടാകാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സമ്മർ സ്ലാമിലും ഇവർ തമ്മിലൊരു മാച്ച് വന്നേക്കാം. എൻ്റെ ആഗ്രഹം ഒരിക്കൽ കൂടി റിയ റഫ്ലി ചാമ്പ്യൻ ആകണമെന്നാണ്. കാരണം എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് നല്ല ഫാൻസുണ്ട്, നല്ല ഫൈറ്റുണ്ട്, നല്ല പെർഫോമൻസും മൈക്ക് സ്കില്ലുണ്ട്. അവരൊരു സൂപ്പർ ലേഡി റെസ്ലറാണ്. അപ്പോൾ അവർ ജയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഇന്നലെ നടക്കാനിരുന്ന വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാറ്റിവെക്കുകയുണ്ടായി. കാരണം ബെയ്ലി ഇഞ്ചുറായി. ബെയ്ലി ഇഞ്ചുറായപ്പം ഒരുപാട് ഫാൻസുകാർക്ക്, WWE ഫാൻസുകാർക്ക് ഒരു ആകാംക്ഷ തോന്നി, ഒരാശങ്ക തോന്നി. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ഇനി ആരായിരിക്കും ലൈറയ്ക്ക് പാർട്ട്ണറായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ ബെക്കി റിട്ടേൺ വരാൻ സാധ്യതയുണ്ട്, റിട്ടേൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഹോൾ ഓഫ് ദി ഫെയിമിൽ ബെക്കി വന്നായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ചിലപ്പം ബെക്കിയുടെ എന്തെങ്കിലും ഒരു പരിപാടി റെസൽമേനിയ കാണാം. പക്ഷേ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ലായിരുന്നു, ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാമെന്നുള്ള ഇതൊന്നും ഞാൻ ഒരിക്കലും കരുതിയില്ലായിരുന്നു. പക്ഷേ അവർ വന്നു, അവരുടെ പെർഫോമൻസ് കൊണ്ട്, അവരുടെ ഫൈറ്റുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരിക്കുന്നത് ബെക്കിയും ലൈറയാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ലീവും റാക്കലും നോക്കിയായിരുന്നു. കാരണം അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ലീവിന് നല്ല സപ്പോർട്ടായിട്ട് റാക്കേൽ കാണും. റാക്കേൽ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും പക്ഷേ ആ ഒരു മാച്ച് ജയിക്കാൻ അവർക്ക് പറ്റിയില്ല. പക്ഷേ ഈ ബെക്കിയും ലൈറയും ചാമ്പ്യൻസ് ആയിക്കഴിഞ്ഞാൽ പുതിയൊരു സ്റ്റോറി വരാൻ സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ വേറെ പുതിയ ഏതെങ്കിലും ടീമുകൾ അവർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വരാം. അവർ പിന്നെയും തുടർന്നും ചാമ്പ്യൻസ് ആയിട്ട് തന്നെ നിൽക്കാം. അപ്പം എൻ്റെ ആഗ്രഹം ഇവർ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. കാരണം അവർ നല്ല ഇതാണ്. പിന്നെ ഈ ലീവിന് ബെക്കിയോട് ചെറിയൊരു പേടിയുണ്ട്. കാരണം ആ ഒരു മാച്ച് തുടങ്ങുമ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ലീവിന് നല്ല ഭയം ഉണ്ടായിരുന്നു. പക്ഷേ റാക്കലിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ലീവിന് കുറച്ചും കൂടെ ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റി. പക്ഷേ അവർ തോറ്റുപോയി. അപ്പം ഇപ്പോഴത്തെ പുതിയ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ ബെക്കിയും ലൈറയാണ്. അപ്പം ഞാൻ രണ്ട് ആളുകളോടും എൻ്റെ ഒരു കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്, ജോൺസിനേക്കും ബെക്കിക്കും. അപ്പം എന്തായിരിക്കും ഇനി വരാൻ പോകുന്നുള്ള റോയിലൊക്കെ ഉള്ള സെഗ്മെൻറ്റുകളൊക്കെ പുതിയൊരു സ്റ്റോറി ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പം നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെ റിട്ടേൺ ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എൻ്റെ ഈ ഒരു ചെറിയൊരു റെസൽമേനിയ 41 റിയാക്ഷൻ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ റിവ്യൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതുപോലെയുള്ള WWE സ്പെഷ്യലായിട്ടുള്ള മാച്ചുകളൊക്കെ ഞാനൊന്ന് റിവ്യൂ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടാവും വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമാണ്, എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി ഞാൻ വരാം കേട്ടോ. അതുവരെയും ബായ്. സബ്സ്ക്രൈബ്.